ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല പഠന പരമ്പരയുടെ 14-ാമത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ ക്ലാസ്സിൽ പ്രത്യേകമായി നമ്മൾ കാണുന്നത് വയോധികരിലെ പ്രത്യാശ എന്നുള്ളതാണ്. തലമുറകൾ തമ്മിലുള്ള ഒരു ഉടമ്പടിയുടെ അടയാളമാണ് വയോധികർ എന്ന കാര്യം പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. എപ്പോഴും ഏകാന്തതയും തിരസ്കരണവും അനുഭവിക്കുന്ന വയോധികരും പ്രത്യാശയുടെ അടയാളങ്ങൾക്ക് അവകാശികളാണ് എന്നാണ് പ്രത്യേകമായിട്ട് സൂചിപ്പിക്കുക. അതുപോലെ പുതുതലമുറയ്ക്ക് വിശ്വാസവും വിജ്ഞാനവും കൈമാറി നൽകുന്നവരാണ് ഈ വയോധികർ അല്ലെങ്കിൽ മുത്തശ്ശന്മാരെന്ന കാര്യം കൂടി പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മുടെ സമൂഹം പലപ്പോഴും അവഗണിക്കുന്ന ഒരു വിഭാഗമാണ് വയോധികരെ, എൽഡേഴ്സ്. അവരുടെ അനുഭവം, വയോധികർ എപ്പോഴും ഏകാന്തതയും തിരസ്കരണവും അനുഭവിക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ എല്ലാവരുമല്ല എങ്കിൽ പോലും ഒരു ഭൂരിപക്ഷം പേരും അവരുടെ അനുഭവത്തിലൂടെ സംസാരിക്കുന്നത് ഏകാന്തതയും തിരസ്കരണവും അനുഭവിക്കുന്നതുമാണ്. അങ്ങനെയൊന്നുമില്ല എന്ന് നമ്മൾ പറയുമ്പോഴും നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കാണുന്ന വയോജന മന്ദിരങ്ങൾ, ഓൾഡ് ഏജ് ഹോമുകൾ ഈ തിരസ്കരണത്തിൻ്റെയും ഏകാന്തതയുടെയും ഒക്കെ ഒരു അടയാളമായിട്ട് നമ്മുടെ മുമ്പിൽ വലിയൊരു വെല്ലുവിളി ഉയർത്തി നിൽക്കുകയാണ്. തിരസ്കരിക്കപ്പെട്ട, സ്വന്തം കുടുംബത്തിൽ നിന്നും തിരസ്കരിക്കപ്പെട്ടവരാണ് ഈ ഭവനങ്ങളിലെ അന്തേവാസികളായി വളരുക. അപ്പം അതുകൊണ്ട് അവരുടെ അനുഭവം അതാണ്, സമൂഹത്തിൻ്റെ അനുഭവം അതാണ് പറയുക. അപ്പം നമ്മുടെ കടമ എന്ന് പറയുന്നത് പ്രത്യാശയുടെ അടയാളങ്ങൾക്ക് അവർ അവകാശികളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരെ ആദരിക്കുന്നതിലൂടെ ക്രൈസ്തവ സമൂഹവും സിവിൽ സമൂഹവും തലമുറകൾ തമ്മിലുള്ള ഒരു ഉടമ്പടി ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുക. അതെപ്പോഴും ചെയ്യാനായിട്ട് സാധിക്കണം. ഈ വയോധികരെ ആദരിക്കുന്നത് വഴിയായിട്ട് നമ്മുടെ കുഞ്ഞുമക്കൾ ജീവിതത്തിൽ കൂടുതൽ നന്മകൾ പഠിക്കുന്നത് മുത്തശ്ശന്മാരിൽ നിന്ന്, വല്യമ്മയിൽ നിന്നാണ്. അപ്പനമ്മയ്ക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത ധാരാളം കാര്യങ്ങൾ നല്ലൊരു അധ്യാപകരായിട്ട് നല്ല മാർഗങ്ങൾ പഠിക്കുന്നത് ഈ മുത്തശ്ശന്മാരുടെ അല്ലെങ്കിൽ വല്യപ്പനും വല്യമ്മയുടെയും ഒക്കെ വലിയ ഇടപെടലൂടെയാണ്. അപ്പം അതുകൊണ്ട് അവർക്ക് കുഞ്ഞുമക്കളിൽ നല്ലൊരു സ്വാധീനമുണ്ട് ദൈവത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നതിലും സാമൂഹിക മൂല്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിൽ. അതുകൊണ്ട് പ്രത്യാശയുടെ അടയാളങ്ങൾക്ക് അവർ അവകാശികളാണ് എന്നുള്ള കാര്യം ഓർക്കണം. ഒരു ക്രൈസ്തവൻ എന്ന നിലയിലും ഒരു നല്ലൊരു സിവിൽ സമൂഹത്തിൻ്റെ ഒരു ഭാഗമെന്ന നിലയിലും ഒരു വ്യക്തി എന്ന നിലയിലും തലമുറകൾ തമ്മിലുള്ള ഉടമ്പടിയുടെ ഒരു ശക്തീകരണത്തിന് ഈ വയോധികരെ നമ്മൾ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന വഴിയായിട്ട് ആ ഒരു ഉടമ്പടി ശക്തിപ്പെടുത്താനായി സാധിക്കും. അതുപോലെ വയോധികരെ ആദരിക്കുന്നത് നമ്മുടെ കടമയായി മാറുന്നത് എന്തുകൊണ്ടാണെന്ന് പറയുക. ഒന്ന്, അവരുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ, അവരുടെ ജീവിതാനുഭവങ്ങളുടെ മൂല്യം നമ്മുടെ പാഠപുസ്തകത്തിൽ നമുക്ക് കിട്ടില്ല. ജീവിതാനുഭവങ്ങൾ പഠിപ്പിച്ചിരിക്കുന്ന അതിൻ്റെ ആ മൂല്യം, ആ അറിവ് ഒരു പാഠപുസ്തകത്തിന് ലഭിക്കില്ല. അപ്പം അത് ആ വയോധികരുടെ മൂല്യത്തിൻ്റെ ഒന്നാമത്തെ കാരണം. 2, ആർജിച്ച വിജ്ഞാനമാണ്. വർഷങ്ങളിലൂടെ അവർ നേടിയ അറിവുണ്ട്. പാഠപുസ്തകത്തിലൂടെ അല്ലെങ്കിൽ മറ്റു വായനകളിലൂടെയും അനുഭവങ്ങളിലൂടെയും ആർജിച്ചെടുത്തൊരു വിജ്ഞാനമുണ്ട്. അത് മറ്റാർക്കും നൽകാനായിട്ട് സാധിക്കില്ല. ഇന്നത്തെ AI പോലും പറ്റില്ല. അതുപോലെ നൽകാൻ കഴിയുന്ന സംഭാവനകൾ, ഇനിയും സമൂഹത്തിന് നൽകാൻ കഴിയുന്ന സംഭാവന, അവരുടെ അറിവിൻ്റെയും ജീവിതാനുഭവത്തിൻ്റെയും വെളിച്ചത്തിൽ ഈ സമൂഹത്തിന് നൽകാൻ പറ്റുന്ന സംഭാവനകളുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ സംഭാവന ലഭിക്കുന്നത് ആ കുടുംബത്തിലെ തന്നെ കുഞ്ഞുമക്കൾക്കുമാണ്. ആ കുഞ്ഞുമക്കളിലൂടെയാണ് ആ സംഭാവനകൾ പലപ്പോഴും പുറത്തേക്ക്. അതുകൊണ്ടാണ് ഇവരുടെ ജീവിതത്തെ ആദരിക്കേണ്ടത് നമ്മുടെ കടമയാണെന്ന് പരിശുദ്ധ പിതാവ് സൂചിപ്പിക്കുക. ആദരവ് പ്രകടിപ്പിക്കേണ്ടത് ഈ മൂല്യങ്ങളെക്കുറിച്ചുള്ള ഒരു ആദരവാണ്. അവരെ പരിപാലിക്കാനുള്ള നമ്മുടെ ഉത്തരവാദിത്വം ബോധം നമ്മൾ വളർത്തിയെടുക്കുന്നതിലൂടെയാണ്. അതുപോലെ തലമുറകൾ തമ്മിലൊരു ഉടമ്പടിയാണെന്ന് കൂടി സൂചിപ്പിച്ചിരുന്നല്ലോ. വയോധികരെ പരിപാലിക്കുന്നത് ഒരു വ്യക്തിഗത കാര്യം മാത്രമല്ല, അത് ഒരു സാമൂഹ്യ ബാധ്യതയാണ്. ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ക്രൈസ്തവ സമൂഹത്തിലും സിവിൽ സമൂഹത്തിനും ആ ഒരു കടമയുണ്ട്. ക്രൈസ്തവരെന്ന നിലയിൽ നമ്മുടെ മാതാപിതാക്കളെ ബഹുമാനിക്കുക, ആദരിക്കുക ദൈവകൽപ്പന തന്നെയാണ്. അതുപോലെ തന്നെ
ഒരു നല്ല സിവിൽ സമൂഹം, നല്ല ഒരു വ്യക്തി ഒരിക്കലും തനിക്ക് ജന്മം നൽകിയ അപ്പനെയും അമ്മയെയും വയോധികരായി എന്നതിൻ്റെ പേരിൽ, പ്രായം ചെന്നു എന്നതിൻ്റെ നിലയിൽ സംരക്ഷിക്കാതെ പുറത്തേക്ക് വിടില്ല. അപ്പം ക്രൈസ്തവ സമൂഹത്തിനും സിവിൽ സമൂഹത്തിനും ഒരുപോലെ ഉത്തരവാദിത്തമുണ്ട്. തലമുറകൾ തമ്മിലുള്ള ഉടമ്പടിയെ ശക്തിപ്പെടുത്താനുള്ള സഹകരണത്തിനായി നാം വിളിക്കപ്പെട്ടിരിക്കുകയാണ്. ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അല്ലെങ്കിൽ ജനറേഷൻ ഗ്യാപ്പ് ഇന്ന് ഭയങ്കരമായിട്ട് ഉള്ള ഒരു കാലമാണ്, നമുക്കറിയാം. അങ്ങനൊരു സാഹചര്യത്തിൽ ഈ തലമുറകൾ തമ്മിലുള്ള ഉടമ്പടിയെ ശക്തിപ്പെടുത്താനായി നമ്മൾ പ്രത്യേകമായിട്ട് ഈ വയോധികരെ ഉപയോഗിക്കണം. അവർക്കാണ് കുഞ്ഞുമക്കളോടും എല്ലാവരോടും സ്നേഹപൂർവ്വം കാരുണ്യപൂർവ്വം അവരുടെ അനുഭവജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും വെളിച്ചത്തിൽ സംസാരിക്കാൻ സാധിക്കുക. വയോധികരെ ആദരിക്കുക, തലമുറകൾ തമ്മിലുള്ള ഉടമ്പടിയെ ശക്തിപ്പെടുത്തുക. പഴയ തലമുറയെ ഒഴിവാക്കാതെ അവരുടെ വിജ്ഞാനം പുതിയ തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യാനൊരു പാലം നിർമ്മിക്കുക എന്നതാണ് ഈ ഉടമ്പടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. പാലം നിർമ്മിക്കാനായിട്ട് സാധിക്കണം. ഒരു ജനറേഷൻ ഗ്യാപ്പ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ മുത്തശ്ശനും മുത്തശ്ശിയെ അല്ലെ വല്യപ്പനും വല്യമ്മേനൊക്കെ മാറ്റി നിർത്താതെ ഈ കുഞ്ഞുമക്കളിലേക്കും അവരിലേക്കുമുള്ളൊരു പാലം തീർക്കാനായിട്ട് സാധിക്കണം. ഈ വല്യപ്പനും വല്യമ്മയ്ക്കുമൊക്കെ കുടുംബങ്ങളിലും സമൂഹത്തിലും ഒരു വലിയ സവിശേഷമായ സ്ഥാനമുണ്ട്. ഒന്ന്, പുതുതലമുറയ്ക്ക് വിശ്വാസവും വിജ്ഞാനവും കൈമാറി നൽകുന്ന ഒരു പ്രധാന വ്യക്തികളാണ് ഈ ഗ്രാൻഡ് പേരൻസ്, വല്യപ്പനും വല്യമ്മ എന്ന് പറയുന്നത്, വലിയ വയോധികരെന്ന് നമ്മൾ വിളിക്കുന്നത്. കുടുംബത്തിൻ്റെ പിന്തുണ എന്നാണ്, മക്കളുടെ കൃതജ്ഞതയാണ്. മക്കളുടെ കൃതജ്ഞതയും സ്നേഹവും നിറഞ്ഞ പിന്തുണ അവർക്ക് ലഭ്യമാകണം, ഈ മാതാപിതാക്കൾക്ക് ലഭ്യമാകണം. പേരക്കുട്ടികളുടെ വളർച്ചയ്ക്ക് വേണ്ടി ഈ കാരണവന്മാർക്ക്, വല്യപ്പനും വല്യമ്മയ്ക്കും പ്രവർത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അവർക്കൊരു പാലമായി മാറാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുവഴി സംഭവിക്കുന്നത് എന്താണ്? പേരക്കുട്ടികളുടെ സ്നേഹവും പിന്തുണയും അവർക്ക് ലഭ്യമാകും. അതുവഴിയായിട്ട് അവരുടെ ആ പ്രായത്തിൽ ഇപ്പോൾ കുഞ്ഞുമക്കൾക്ക് അവർ വിശ്വാസപരമായ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ അവർ പകർന്നു കൊടുക്കും. പേരക്കുട്ടികൾ മുത്തശ്ശന്മാരിൽ തങ്ങളുടെ വേരുകളും മനസ്സിലാക്കലിൻ്റെയും പ്രോത്സാഹനത്തിൻ്റെയും ഉറവുകളും അവർ കണ്ടെത്തും. കാരണം ഈ കുഞ്ഞുമക്കൾക്ക്, പേരക്കുട്ടികൾ ഈ വല്യപ്പൻ്റെ വല്യമ്മയുടെ കൂടെ ഇരിക്കുമ്പോൾ അവർ ക്ഷമയോടെ കരുതലോടെ ഈ പേരക്കിടാങ്ങളെ സ്നേഹത്തോടെ വളർത്തും. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അവർക്ക് ഒന്നിന് സമയമുണ്ടതിന് സ്നേഹിക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്, സ്നേഹിക്കപ്പെടാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് സമയമുണ്ട്, അതുപോലെ തന്നെ അവർ അനുഭവജ്ഞാനമുണ്ട്, എല്ലാമുണ്ട്. കാരണവന്മാർക്ക്, കുട്ടികളുടെ മാതാപിതാക്കൾക്ക് പലപ്പോഴും ജോലി തിരക്ക് കാരണം നമുക്ക് അവർക്ക് സമയമില്ലാതെ പോകും. അങ്ങനെ വിശ്വാസത്തിൻ്റെ വഴിയിലൂടെ അവർ വളർത്തും, നല്ല സമൂഹത്തിൻ്റെ വഴിയിലൂടെ അവർ വളർത്തിയെടുക്കും. ചുരുക്കത്തിൽ, വയോധികരെ തിരസ്കരിക്കുന്നത് സമൂഹത്തിന് അവരുടെ വിജ്ഞാനവും അനുഭവങ്ങളും നഷ്ടപ്പെടുത്തുന്നതിന് തുല്യമാണ്. അവരുടെ പ്രത്യാശ സംരക്ഷിക്കപ്പെടണം. ഒരു അന്തിമ ആഹ്വാനം എന്ന് പറയുന്നത് നമുക്ക് വയോധികരെ അവരുടെ ഏകാന്തതയിൽ നിന്നും തിരസ്കരണത്തിൽ നിന്ന് മോചിപ്പിക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കണമെന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ഇന്നത്തെ ചോദ്യം ഇതാണ്: ഞാൻ വയോധികരെ ആദരിക്കുകയും അവരുടെ അനുഭവങ്ങളെ വിലമതിക്കുകയും ചെയ്യുന്നുണ്ടോ? തലമുറകൾ തമ്മിലുള്ള ഉടമ്പടിയെ ശക്തിപ്പെടുത്താനായിട്ട് ഈ വയോധികരെ ആദരിക്കുവാനും അവരുടെ അനുഭവങ്ങളെ വിലമതിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ? ഈ ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം കണ്ടെത്താം. നമുക്ക് അടുത്ത ദിവസം അടുത്ത ക്ലാസ്സിൽ കണ്ടെത്താം. എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ.